2 ദിവസം മുമ്പ് നമ്മുടെ ദിലീപ് കൈനിക്കര നമ്മുടെ IAS ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം പാസ്സായതെന്ന് തോന്നുന്നു. അപ്പം അദ്ദേഹം മലപ്പുറം ജില്ല തിരൂരിൻ്റെ സബ് കളക്ടർ ആയതുകൊണ്ട് മലപ്പുറം ജില്ലേൻ്റെ കാര്യമൊക്കെ മൂപ്പർക്ക് അറിയാം. അപ്പം അങ്ങേര് മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിന് ശേഷം വന്ന കമൻറ്റുകൾ സംഘികളും കൃസംഘികളും അതുപോലെ നമ്മുടെ രാജ്യത്തും കേരളത്തിലും വർഗീയത കൊണ്ട് കളിക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാരും അതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. എന്താ മലപ്പുറം ജില്ല വിഭജിച്ച എന്താ പ്രശ്നം? അല്ലെങ്കിൽ ഈ മലപ്പുറം ജില്ല ഒരു മിനി പാകിസ്ഥാൻ ആണെന്നുള്ളൊരു വെപ്പ് പണ്ടേ ഇവർക്കുണ്ട്, സംഘികൾക്കിടയിലുണ്ട്. ഇവർക്ക് മുസ്ലിം ലീഗിൻ്റെ പതാക കണ്ട അത് എന്താ പാകിസ്ഥാൻ്റെ പതാകയാണെന്നുള്ളൊരു കോൺസെപ്റ്റ് പണ്ടേ ഉണ്ട്. ഏതായാലും ഇദ്ദേഹം ഇത് പറഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. നമ്മൾ ദിലീപ് എന്ന പേര് സത്യത്തിൽ IAS എന്ന പേരിനേക്കാൾ എനിക്ക് ദിലീപ് എന്ന പേര്, ഞാനൊരു അമുസ്ലിമാണല്ലോ, അപ്പോൾ ഒരു ദിലീപ് എന്ന പേര് വന്നത് എനിക്ക് ഭാഗ്യമായി എന്ന് മൂപ്പര് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട് ജീവിക്കാൻ കൊള്ളാത്ത രൂപത്തിലേക്ക് വഴിമാറി സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചന കൂടി അദ്ദേഹം ഈ ഒരു പോസ്റ്റിലൂടെ പറയാണ്. കാരണം ഒരുപക്ഷെ അതൊരു മുസ്ലിം നാമധാരികൾ ആരെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ എത്രത്തോളം സൈബർ അറ്റാക്ക് അവർ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു പരോക്ഷമായ സൂചനയാണ് നമ്മുടെ ദിലീപ് കൈനിക്കര നടത്തിയത്. സത്യത്തിൽ മലപ്പുറം ജില്ലക്ക് ഈ ഒരു പേരുദോഷം കാലങ്ങളായിട്ടുണ്ട്. നിങ്ങൾ മലപ്പുറം ജില്ലേൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഏകദേശം 16 MLA മലപ്പുറത്തുണ്ട്. അതായത് 16ഓളം കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ്. മാത്രമല്ല ശരിക്കും ഈ ജില്ലാ വിഭജനം എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ രാജ്യം സ്വതന്ത്രമായ കാലം മുതൽ തന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ സെഗ്മെൻറ്റിലുള്ള ആളുകൾക്കുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ജില്ലാ വിഭജനം നടത്താറുണ്ട്. അതിലേതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാസ്റ്റുമായി ബന്ധപ്പെട്ടൊന്നും അതിന് പ്രത്യേകിച്ചൊരു ഡൈമെൻഷൻസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എല്ലാ സ്ഥലത്തും ഏതെങ്കിലും ആളുകൾക്ക് ഭൂരിപക്ഷം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ മലബാർ റീജിയനിലേക്ക് വന്നാൽ അത് മുസ്ലിംസിന് ഒരു മെജോറിറ്റി ഉണ്ട്, അത് സ്വാഭാവിക മലപ്പുറത്തും മെജോറിറ്റി ഉണ്ട്. അതിന് കോട്ടയത്തും പത്തനംതിട്ടയും ഒക്കെ പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിന് മെജോറിറ്റി ഉണ്ടാവും. ഞാൻ ആലപ്പുഴയിൽ പോകുമ്പോൾ ഈയവർക്കൊരു മെജോറിറ്റി ഉണ്ടാവുന്ന പോലെ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ നായർ സമുദായ അംഗങ്ങൾക്കൊരു ഭൂരിപക്ഷം കിട്ടുന്ന പോലെയുള്ള ഒരു ഭൂരിപക്ഷം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. അതിന് പ്രത്യേകിച്ചൊരു ബന്ധമൊന്നുമില്ല. പക്ഷെ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ, നമ്മുടെ നാടിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആളുകൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു വെപ്പാണ്. ഞാനതല്ല ആലോചിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉയർന്നു നിൽക്കുന്ന 2 ബിംബങ്ങളാണ്. ഒന്ന് കോഴിക്കോട് എയർപോർട്ട്. ഇപ്പം ഞാനിപ്പോൾ ആലോചിക്കുന്നത് ശരിക്കും കോഴിക്കോട് എയർപോർട്ട് നിൽക്കുന്നത് മലപ്പുറത്താണ്, കൊണ്ടോട്ടിയിലാണ്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് അതിന് മലപ്പുറം എയർപോർട്ട് എന്നൊക്കെ പേരിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എയർപോർട്ട് വരാൻ ആരും സമ്മതിക്കാൻ സാധ്യതയില്ല. അതായത് ഇത് പാസ്സായി കേന്ദ്രത്തിൽ നിന്ന് വന്ന് ഇതൊക്കെ ആയാലല്ലേ, കേന്ദ്രത്തിൽ നിന്നൊക്കെ ഫണ്ട് വന്നാലല്ലേ. അല്ല ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊരു എയർപോർട്ട് ഉണ്ടാക്കാനും അത് വികസിപ്പിക്കാനുള്ള കഴിവൊന്നും കപ്പാസിറ്റി ഒന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ കണ്ണൂർ എയർപോർട്ട് എന്ന് പറയുന്നത് പോലെ ആവില്ല മലപ്പുറം എയർപോർട്ട് എന്ന് പറയാം. ശരിക്കും അതുകൊണ്ടായിരിക്കും ഇത് കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പേരിട്ട് എന്ന് ഞാനിപ്പോൾ സംശയിക്കുകയാണ്. പണ്ട് അതുപോലെ മറ്റൊന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഇതും സത്യത്തിൽ മലപ്പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ അതിനും പേരിട്ട് മലപ്പുറം യൂണിവേഴ്സിറ്റി എന്ന് പേരിടാൻ പറ്റൂല. അതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു സിറ്റുവേഷൻ. അതിൻ്റെ ഒരു അവസ്ഥ ഇപ്പം എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇപ്പോൾ പാലക്കാട് ഒരു ആന പടക്കം ഈ മൃഗങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പന്നിപ്പടക്കം വെച്ച സമയത്ത് ഈ പന്നിപ്പടക്കം എടുത്ത് കഴിച്ചു. അങ്ങനെ ആന പന്നിപ്പടക്കം പൊട്ടി ആകെ മുറിവേറ്റ് ഈ പുഴയിൽ നിൽക്കുന്നൊരു സീന് കുറച്ച് മുമ്പുണ്ടായിരുന്നു. പാലക്കാടാണ് സംഭവിച്ചത്. സത്യത്തിൽ പാലക്കാട് ജില്ലയുടെ ഭാഗമായിട്ടാണ് സംഭവിച്ചത്. പക്ഷെ അത് മലപ്പുറത്തെ ഒരു ആനയെ മലപ്പുറത്ത് ഇത്തരത്തിൽ ആന അപകടത്തിൽപ്പെട്ടു എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തുള്ള ഏകദേശം എല്ലാ സെലിബ്രിറ്റികളും, സച്ചിനും കോഹ്ലിയും രോഹിത് ശർമ്മയും ധോണിയും അടക്കമുള്ള ഏകദേശം എല്ലാ ആളുകളും ഇതിൽ പ്രതികരിച്ചു. ഞാൻ എല്ലാവർക്കും അറിയുന്ന ആളുകളെ പറഞ്ഞു. BJP-ക്കാർ സ്വാഭാവികമായിട്ട് പ്രതികരിക്കുമല്ലോ. അങ്ങനെ അന്ന് സന്ദീപ് വാര്യരൊക്കെ അന്ന് BJP-ൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അദ്ദേഹമൊക്കെ ഈ വിഷയത്തിൽ നല്ല രൂക്ഷമായ ഭാഷയിലാണ് പറഞ്ഞത്. ഇവർക്കൊക്കെ പ്രശ്നം ഈ മലപ്പുറം ജില്ലയാണ്. എന്തൊരവസ്ഥയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഒരു ജില്ല വിഭജിക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കാൻ പോലും കഴിയുന്നില്ല. ഇനിയിപ്പോൾ 102 ഭൂരിപക്ഷം കിട്ടി UDF അധികാരത്തിലേക്ക് വന്നാൽ ശരിക്കും കാര്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മലപ്പുറം ജില്ല വിഭജിക്കണം, അതിൽ സംശയമൊന്നുമില്ല. കാരണം സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു കലോത്സവം നടക്കുകയാണ്. കലോത്സവം നടക്കുമ്പോൾ അതിൽ കാൻഡിഡേറ്റ്സ് ഓരോ മത്സരങ്ങളിലും മത്സരിക്കുന്ന മത്സരാർത്ഥികളുണ്ടാവും.
അപ്പോൾ അവർക്ക് ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും, പിന്നെ സ്റ്റേറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും അല്ലേ. അപ്പോൾ ഓരോ ജില്ലയും പ്രതിനിധീകരിക്കുന്ന മത്സരാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ആലപ്പുഴ ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും പോപ്പുലേഷൻ വൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആലപ്പുഴയുടെ 3-4 ഇരട്ടി പോപ്പുലേഷൻ അവിടെ ഉണ്ട്, മലപ്പുറത്തുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർക്ക് ഒരുപക്ഷെ അത് വിഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സെഗ്മെൻറ്റിലുള്ള ആളുകൾക്ക് കൂടുതൽ മത്സരാർത്ഥികൾക്ക് മത്സരിക്കാൻ സാധിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ഇപ്പോൾ റീസെൻ്റായി എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അവനക്ക് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞു. അവന് എടപ്പാൾ ആ ഭാഗത്തുള്ളൊരു കൂട്ടുകാരനാണ്, അവനക്ക് പാസ്പോർട്ട് എടുക്കണം. അപ്പോൾ അവന് എടപ്പാളിൽ നിന്ന് മലപ്പുറത്തേക്ക് വരുന്നതിനേക്കാൾ അവന് ഏറ്റവും സുഖം എടപ്പാളിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്നതാണ്. കാരണം അത്രയും വലിയൊരു സ്ഥലമാണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ വിസ്തൃതി അത്യാവശ്യം ഉണ്ട്. അപ്പോൾ അത് പറയാനും അത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് വിഭജിക്കണം എന്നുള്ള ആശയം മുന്നോട്ട് വെക്കാനൊന്നും പറ്റുന്നില്ല. സംഘികളൊക്കെ ആ ദിലീപ് കൈനിക്കറിനെ നന്നായി വംശീയമായിട്ടും അല്ലാതെയും ഒക്കെ അയാൾ സുഡാപ്പി കുട്ടിയാണ്, ലീഗിൻ്റെ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ ആക്ഷേപം തന്നെയാണ്. ഗതികേട് തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുക. അറിയില്ല ഇതെങ്ങനെ മാറ്റം വരും. മാറ്റം വരട്ടെ. ഏതായാലും അത്രേ ഇപ്പോൾ പറയാനുള്ളൂ.